വർഷാവസാന പരീക്ഷ കഴിഞ്ഞ് സ്കൂൾ അടച്ചു. ഇനി 2 മാസം വേനൽ അവധിയാണ്. ടീച്ചർമാരോടും കൂട്ടുകാരോടുമൊക്കെ യാത്ര പറഞ്ഞു പിരിഞ്ഞു. ഇനി 2 മാസം അവരെയെല്ലാം കാണാൻ സാധിക്കില്ലെന്നോർത്തപ്പോൾ തെല്ലുവിഷമം തോന്നി. ഒപ്പം അമ്മയുടെ തറവാട്ടിലേക്കുള്ള യാത്രയെക്കുറിച്ച് ഓർത്തപ്പോൾ സന്തോഷവും. മേടമാസം വന്നടുക്കാറായി. പറമ്പിലെ മാവും പ്ലാവും കണിക്കൊന്നയുമെല്ലാം വിഷുവിന്റെ വരവിനായി ഒരുങ്ങിയിരിക്കുകയാണ്. വിഷു അടുക്കാറാകുമ്പോഴേക്കും മാവിലും പ്ലാവിലും ചക്കയും മാങ്ങയും നിറഞ്ഞു നിൽക്കും. ലാസറേട്ടനും അന്തോണിയും ചേർന്ന് അതെല്ലാം ശ്രദ്ധാപൂർവം പറിച്ച് ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളത് ചന്തയിൽ കൊണ്ടുപോയി കൊടുക്കും. അയൽപ്പക്കത്തുള്ള കേശുമൂപ്പരുടെ കാളവണ്ടിയിലാണ് ചക്കയും മാങ്ങയും അങ്ങാടിയിലെത്തുന്നത്. അയൽപ്പക്കത്തുള്ള കൂട്ടുകാരോടൊപ്പം കണ്ണിമാങ്ങകൾ പെറുക്കുന്നതാണ് അവധി ദിവസങ്ങളിലെ എന്റെ പ്രധാന വിനോദം. അങ്ങനെ പെറുക്കിയെടുത്ത കണ്ണിമാങ്ങകളെല്ലാം കൂടി ഒരു ഭരണിയിലാക്കി നാണിയമ്മ ഉപ്പിട്ടു വെക്കും. പാറുവിന് ചോറുണ്ണുവാൻ വേറെ കറികളൊന്നും വേണ്ട, ഈ ഉപ്പുമാങ്ങയുണ്ടെങ്കിൽ, അമ്മ പറയും. ചക്കയുടെയും മാങ്ങയുടെയും കാലമായാൽ അമ്മയ്ക്കും നാണിയമ്മയ്ക്കും പിടിപ്പത് പണിയാണ്. ഓരോ വിഭവങ്ങളും ഉണ്ടാക്കി എല്ലാവർക്കുമായി പങ്കുവെക്കും. ഒന്നും അനാവശ്യമായി കളയുന്നത് അച്ഛന് തീരെ ഇഷ്ടമല്ല. കൊന്നമരങ്ങൾ കൊന്നപ്പൂക്കളെ കൊണ്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന കാഴ്ച കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. കടും മഞ്ഞ നിറത്തിൽ പൂത്തു നിൽക്കുന്ന കൊന്നപ്പൂക്കളെ ശ്രീകൃഷ്ണ ഭഗവാന്റെ അരഞ്ഞാണമായാണ് സങ്കല്പിക്കുന്നത്. വിഷുവിന് 2 ദിവസം മുമ്പ് തന്നെ ഞങ്ങൾ അമ്മയുടെ തറവാട്ടിലേക്ക് യാത്രയാകും. അച്ഛന്റെ തറവാട് പോലെ തന്നെ വലിയൊരു തറവാട് തന്നെയാണ് അമ്മയുടേതും. തിരുവനന്തപുരത്തുള്ള അമ്മാവനടക്കം എല്ലാവരും തറവാട്ടിൽ ഒത്തുകൂടുന്നത് വേനൽ അവധിക്കാണ്. അമ്മാവനെയും കുടുംബത്തെയും വീണ്ടും കണ്ടപ്പോൾ ഉണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. തലേ ദിവസം തന്നെ അമ്മാവൻ ചന്തയിൽ പോയി വിഷുവിന് പൊട്ടിക്കാനുള്ള പടക്കങ്ങൾ വാങ്ങിച്ചു വെച്ചു. അത്താഴത്തിന് ശേഷം കണി വയ്ക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും. മുത്തശ്ശിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോഴും വിഷുക്കണി ഒരുക്കുന്നത്. ഞാൻ മുത്തശ്ശിയുടെ കൂടെ നിന്ന് എല്ലാം ആകാംക്ഷയോടെ നോക്കിക്കാണും. വലിയ ഓട്ടുരുളിയിൽ കോടിമുണ്ട്, വാൽക്കണ്ണാടി, ഉണക്കലരി, വെള്ളരിക്ക, കൊന്നപ്പൂവ് മുതലായവ ക്രമത്തിൽ വയ്ക്കും. തൊട്ടുമുന്നിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ വലിയ പ്രതിമയും അതിനു മുൻപിൽ മുത്തശ്ശി വായിക്കുന്ന ഭാഗവതവും ഓട്ടുരുളിയിൽ വിഷു കൈനീട്ടം കൊടുക്കുന്നതിനുള്ള നാണയത്തൊട്ടുകളും ഭഗവാനെ അണിയിക്കുവാനായി സ്വർണ്ണാഭരണവും ഉണ്ടായിരിക്കും. വാൽക്കിണ്ടിയിൽ വെള്ളം, നാളികേര മുറിവിളക്ക്, നിലവിളക്ക്, ചക്ക, മാങ്ങ മുതലായ വിവിധ ഇനം പച്ചക്കറികളും. എന്തിനാ മുത്തശ്ശി പച്ചക്കറികളെല്ലാം ഇവിടെ കൊണ്ടുവന്നു വയ്ക്കുന്നത്? ഞാൻ ചോദിച്ചു. നമ്മുടെ വീട്ടിലുണ്ടാക്കിയ സാധനങ്ങളാണ് നമ്മൾ കണി കാണാൻ വെക്കുന്നത്. നാളെ നമ്മൾ ഇതെല്ലാം കണി കണ്ടെഴുന്നേറ്റാൽ ആ വർഷം മുഴുവനും നമ്മുടെ വീട്ടിൽ ഈ സമ്പദ് സമൃദ്ധി ഉണ്ടാകുമെന്നാണ് വിശ്വാസം, മുത്തശ്ശി വിശദീകരിച്ചു. അതുപോലെ ഉരുളിയിൽ വയ്ക്കുന്നതാകട്ടെ ഐശ്വര്യമുള്ള സാധനങ്ങളുമാണ്. അവയും കണി കാണുന്നത് നമുക്ക് വർഷം മുഴുവനും ഐശ്വര്യമുണ്ടാക്കും. മുത്തശ്ശി പറഞ്ഞതിന്റെ ബാക്കി മുത്തശ്ശനും വിശദീകരിച്ചു. അവൾക്ക് ഇത്തരം പഴയ വിശ്വാസങ്ങളെല്ലാം അറിയുവാൻ വളരെ താല്പര്യമാണ്. അമ്മയും ഏറ്റുപിടിച്ചു. കണി ഒരുക്കി വെച്ച് എല്ലാവരും നേരത്തെ ഉറങ്ങാൻ കിടന്നു. നാളെ പുലർച്ചെ 4 മണിക്ക് എഴുന്നേൽക്കേണ്ടതല്ലേ? മുത്തശ്ശി എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു. വല്യമ്മയാണ് പുലർച്ചെ ആദ്യം എഴുന്നേൽക്കുന്നത്. എഴുന്നേറ്റ് വിളക്കുകളെല്ലാം കത്തിച്ച് ഓരോരുത്തരെയും പ്രത്യേകം വിളിക്കും. കുട്ടികളെ കണ്ണടച്ചു പിടിച്ചാണ് കണി കാണാൻ കൊണ്ടുവരുന്നത്. അമ്മയാണ് എന്നെയും ചേട്ടനെയും കണി കാണിക്കാൻ കൊണ്ടുവന്നത്. നിലവിളക്കിന്റെയും നാളികേര മുറിവിളക്കിന്റെയും ശോഭയിൽ കൃഷ്ണവിഗ്രഹം ഒന്നുകൂടി ശോഭിച്ചു. എല്ലാവർക്കും നന്മ വരുത്തണേ. മുത്തശ്ശനും മുത്തശ്ശിയും ഞാനും പ്രാർത്ഥനയിൽ മുഴുകി. അത് കഴിഞ്ഞ് എല്ലാവർക്കും മുത്തശ്ശന്റെ വക കൈനീട്ടം ലഭിച്ചു. കൈനീട്ടം കിട്ടിയതിനു ശേഷം കുട്ടികളെല്ലാം പടക്കം പൊട്ടിക്കുന്നതിനും സ്ത്രീകളെല്ലാം അടുക്കളയിലേക്കും നീങ്ങി. നേരം വെളുത്തതോടെ എല്ലാവരും കുളി കഴിഞ്ഞ് ക്ഷേത്രദർശനവും നടത്തിവന്നു. നല്ല ഒരു വിഷുസദ്യയും ഉച്ചയ്ക്ക് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. മുത്തശ്ശിയുടെ കൈപുണ്യം മാമ്പഴ പുളിശ്ശേരിയിൽ നിറഞ്ഞു നിന്നു. മുത്തശ്ശിയിൽ നിന്നാണ് അമ്മയും സ്വാദിഷ്ടമായി പുളിശ്ശേരി ഉണ്ടാക്കാൻ പഠിച്ചത് എന്ന് അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു. സദ്യ ഉണ്ടതിനു ശേഷം എല്ലാവരും നടുത്തളത്തിൽ വിശ്രമത്തിനായി ഒന്നിച്ചുകൂടും. അപ്പോഴാണ് എല്ലാവരും അവരവരുടെ വീട്ടിലെ വിശേഷങ്ങള് പരസ്പരം പങ്കുവെക്കുന്നത്. രാത്രിയിൽ ബാക്കി കരുതി വെച്ച പടക്കങ്ങൾ കത്തിച്ചു തീരുന്നതോടെ ആഘോഷങ്ങൾ അവസാനിക്കും. കൈനീട്ടം കിട്ടിയ പൈസയെല്ലാം പാറു ഭദ്രമായി അച്ഛനെ ഏൽപ്പിക്കും. ആഘോഷങ്ങൾ അവസാനിക്കുന്നതോടുകൂടി ഞാനും ആകെ വിഷമത്തിലാകും. ഒരാഴ്ച മുഴുവനും അവിടെ ചിലവഴിച്ച ശേഷമാണ് ഞങ്ങളുടെ മടക്കയാത്ര. എല്ലാവരോടും യാത്ര പറഞ്ഞു പിരിയുമ്പോൾ പതിവ് പോലെ അടുത്ത വിഷുവും വേഗം വന്നെത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അച്ഛന്റെയും അമ്മയുടെയും കൂടെ ഞാനും പടിയിറങ്ങും.